3 സീരീസ് ഒന്നും ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ, മാട്ടയിൽ പോയി കയറും. നമ്മൾ ലോ ഗിയറിലേക്ക് വരുന്ന സമയത്ത് റൂഫും കൂടെ താത്തി കഴിഞ്ഞപ്പോഴത്തെ പോപ്സ് ആൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് സോ ഗുഡ്. അതാണ് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, BMW C4 എന്നാ മൈലേജ് കിട്ടും? അത് മാത്രം ചോദിക്കണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഉത്തരം കേട്ടല്ലോ. വണ്ടി ഭ്രാന്തന്മാരുടെ ഇടയിൽ എന്നും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ടയുടെ സുപ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന ടൊയോട്ടയുടെ സുപ്ര അല്ല, നമ്മുടെ BMW C4 ആണ്. എന്തുകൊണ്ടാണ് ടൊയോട്ടയുടെ സുപ്ര എന്ന് പറഞ്ഞത്? ഇത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു കാറ് നമ്മുടെ ടൊയോട്ട കാർ ഡെവലപ്പ് ചെയ്ത സമയത്ത് അത് കുറച്ചെണ്ണമല്ലേ എന്താണെങ്കിലും വിൽക്കാൻ പോകത്തുള്ളൂ. അപ്പോൾ അവർ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അവർക്കൊരു വെഹിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ് നമ്മുടെ BMW C4 എന്ന് പറയുന്നത്. ഈ സെയിം വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട സുപ്രയ്ക്കകത്ത് വരുന്നത്. 2020 മോഡലാണ്, നമ്മുടെ 2 ലിറ്റർ വെഹിക്കിളാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങിയ മോഡലാണ്. നമ്മുടെ അക്ബർ അലി ബ്രോഡയാണ്. ഓണറിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് മുമ്പ് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ഒരു ഷേപ്പാണ്. ക്യാമറയ്ക്കകത്തൊരു എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വെഹിക്കിൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാൻസ് അവിടെ കിടപ്പുണ്ട്. ഗ്ലാൻസിനേക്കാളും ഒരു 2-3 അടി നീളത്തിൽ കിടക്കുന്നൊരു ഫീലിംഗ് ആണ്. അതായത് ബോണറ്റാണ് ത്രൂ ഔട്ട് ഇങ്ങനെ കയറി ഇറങ്ങി വന്നേക്കുന്നത്. അതായത് വെഹിക്കിളിൻ്റെ ഒരു ഹാഫ് പോർഷനോളം ബോണറ്റ് വരുന്ന രീതിയിലാണ്. ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ശരിക്കും സുപ്രയുടെ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ്ലി ഒരു ലോ പ്രൊഫൈൽ ഫീലിംഗ് ആണ് വെഹിക്കിൾ നമുക്ക് കൃത്യമായിട്ട് തരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പുറത്ത് നിന്ന് റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല. അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കൺവേർട്ടബിൾ നമുക്ക് ആക്സലേഷൻ കാണിച്ചു തരാം, റൂഫ് ഓപ്പൺ ചെയ്തിട്ട് ആക്സലേഷൻ കാണിച്ചു തരാം, ഓണറുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു അടിപൊളി റിവ്യൂ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ BMWൻ്റെ സിഗ്നേച്ചർ അവരുടെ ലേസർ LED ബീംസ് ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിഡ്നി ഗ്രിൽസാണ് വരുന്നത്, ക്രോം ഔട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഫേക്കാണ്. ഫേക്കല്ല, ഒറിജിനലാണ്. നമുക്കിനി ജസ്റ്റ് വെഹിക്കിളിൻ്റെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പേസ് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറാൻ നേരത്ത് നമ്മുടെ അക്ബർ ബ്രോ ഓണർ ഉണ്ടല്ലോ, പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിൽ പിന്നെ ബോണ്ടിലൂടെ ഒന്ന് തുറന്ന് കണ്ടിട്ട് കയറാമെന്നുള്ളത്. നമുക്ക് ഈ ബോണത്തിൻ്റെ അകത്ത് എൻജിൻ ബേയും കൂടെ ഒന്ന് കണ്ടിട്ട് വി വിൽ ഗോ ഫോർ ദാറ്റ് റൈഡ്. ബോണറ്റ് വെറുതെ വെച്ചേക്കുന്നതല്ല, എൻജിനാണ് ഫുള്ള്. പിന്നെ പവർ വരുന്ന 190 bhpയും അതുപോലെ തന്നെ 320 Nm ടോക്കുമാണ്. 2 ലിറ്റർ ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കും. 0 to 100 അറൗണ്ട് 6 സെക്കൻഡ്സ് ആണ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇതിപ്പോൾ സ്റ്റോക്കാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്യാനുണ്ടല്ലോ, വണ്ടി ഇങ്ങനെ പുടു ലെവലിലേക്ക് വരും. അപ്പോൾ റൂഫൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് നേരെ റൂഫല്ല, ബോണറ്റൊക്കെ എൻ്റെ കിളി പോയിരിക്കും കേട്ടോ. ബോണറ്റൊക്കെ കണ്ട ശേഷം നമുക്കിതിലേക്ക് കയറാം. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഓഫ് കോഴ്സ് ഒബിയസ്ലി ഫ്രെയിംലെസ് ഡോർസ് ആണ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ എപ്പോഴും സ്റ്റീറിങ്ങിൽ ഒരു കൈ പിടിക്കുക, എന്നിട്ട് അങ്ങ് ഇഴഞ്ഞങ്ങ് കയറുക. എങ്കിലും ഇങ്ങനത്തെ വെഹിക്കിൾസിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അക്ബർ ബ്രോയും കൂടെ നമ്മുടെ കൂട്ടത്തിലിരിപ്പുണ്ട്. ബ്രോ X7 ഇതും കൂടെ ഒരുമിച്ചാണ് നിങ്ങളെടുത്തത് അല്ലേ? കൊള്ളാം. ഞാൻ റോഹൻ ബ്രോയുടെ വീഡിയോ ഒരെണ്ണം കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സ്റ്റീറിങ് ബ്രോ മാറ്റിയിട്ടുള്ളതാണ്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതല്ലേ? ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്ത ഒറിജിനൽ. ഈ പാഡൽസ് ഒക്കെ ഇത്രയും വലുതായിരുന്നല്ലോ. എക്സ്റ്റെൻഡർ വെച്ചേക്കുന്ന. ഓക്കെ, എക്സ്റ്റെൻഡർ വെച്ചേക്കുന്ന നല്ല രസമുണ്ട്. ഫുള്ളായൊരു റെഡ് ഇൻറ്റീരിയറിൻ്റെ കൂട്ടത്തിൽ കറക്റ്റ് ചേർന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ 320 എന്നൊക്കെ വ്യത്യാസം പറയുന്നത് കുറച്ചുകൂടെ ലോവർ പൊസിഷനിലാണ് നമ്മളിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ നമുക്ക്. ഓക്കെ, ഇതിന് മുമ്പ് ജസ്റ്റ് AC ഇടാതെ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആ വോയിസ് കേൾക്കണമെങ്കിൽ ഞാൻ ഗ്ലാസ് ഒന്ന് താത്തിയിട്ടിട്ട് വണ്ടിയുടെ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ കാണിച്ചു തരാം. വണ്ടിക്കകത്ത് കയറി നമ്മൾ നോർമലി കാണുന്ന പോലെ സ്റ്റാർട്ട് എൻജിൻ, ഒറ്റ പ്രസ്. സ്റ്റീറിംഗ് ഒക്കെ മോഡിഫൈഡ് ആയതുകൊണ്ട് അതിൽ തന്നെ ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതാണ് ഇവൻ്റെ ഒരു ബേസിക് ഒരു എൻജിൻ സൗണ്ട് എന്ന് പറയുന്നത്.
ഇതിൻ്റെ റൂഫ് എങ്ങനെയാണ് താത്തുന്നുള്ള എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു ബട്ടൺ കൊടുത്ത്, ഈ ബട്ടണിലല്ലേ പുള്ളി ചെയ്ത് പിടിച്ചോണ്ടിരിക്കണം അല്ലേ? നമ്മൾ പുള്ളി ചെയ്ത് പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആദ്യമേ താണ്ട നമ്മുടെ സൈഡിലത്തെ വിൻഡോസൊക്കെ താഴും. അത് കഴിഞ്ഞ് താണ്ട ഇവനങ്ങ് ഓപ്പൺ ആവും. നമ്മളത് ഫുൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. കൺവേർട്ടബിൾ റൂഫ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ വിടാവുള്ളൂ. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേ നമ്മൾ താണ്ട റോഡിലിരിക്കുന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ആക്സിലറേഷൻ ചെയ്യുമ്പം ആദ്യമേ ഐ ബിലീവ് ലൈക്ക് നമ്മൾ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ ക്ലോസ് ആയിക്കോളൂ അല്ലേ? അവൻ ക്ലോസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ആദ്യമേ ആക്സിലറേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് റൂഫ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ എയറോഡൈനാമിക്സ് ഒന്നും കട്ടാവണ്ട. ഗ്ലാസ് കയറ്റിയിട്ടു. ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. നമ്മൾ കാണുന്ന പോലെ നേരെ എടുത്ത് നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് റിലീസ്ഡ് ആണ്. ജസ്റ്റ് നമ്മളിതൊരു ക്ലോസ് സ്പേസ് ആണ് കേട്ടോ. ജസ്റ്റ് ഇനിഷ്യലി ഞാൻ ആ ഒരു ആക്സിലറേഷൻ തന്നെ എനിക്ക് കാണിച്ചേക്കാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്താൽ ചെറിയൊരു സ്ട്രെയിറ്റ് സ്ട്രെച്ച് വരുന്നുണ്ട്. നമുക്ക് നേരെ എടുത്ത് സ്പോർട്സിലേക്ക് ഇടാം. സ്പോർട്സ് പ്ലസ് തന്നെ ഇട്ടിട്ടുണ്ട്. ഗിയർ ബോക്സും സ്പോർട്സ് പൊസിഷനിലേക്ക് ഇട്ടു. ബാക്കിൽ വണ്ടി ഒന്നുമില്ല. നമുക്ക് എ സിയും കൂടെ ഓഫ് ചെയ്തേക്കാം അല്ലേ? എ സി ഓഫ്. ഓക്കെ, നമ്മൾ എ സി ഓഫ് ചെയ്തു ഓണറുടെ പെർമിഷനോട് കൂടി. ഇത് കേരളത്തിലല്ല, എല്ലാ തവണയും ഈ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടല്ലേ എത്രയായാലും. അത് ഒരു ഭയങ്കര ഒരു ഫീല് നമുക്കിങ്ങനെ ബൂം 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 എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിന് ക്യാറ്റ് ബാക്ക് എക്സോസ്റ്റ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ക്യാറ്റ് ബാക്ക് കമ്പനിയിൽ നിന്ന് കസ്റ്റം തന്നെ, കമ്പനിയിൽ നിന്ന് തന്നെ അവർ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അത്രയും ലൈക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് ലൈക്ക് അവിടെ കുഴിയായതുകൊണ്ട് നമ്മളവിടെ ഇറക്കുന്നില്ല. അപ്പം നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് റൂഫ് താത്തിയിട്ട് അപ്പ് ചെയ്ത് പിടിക്കുക. മുമ്പ് പറഞ്ഞാൽ അപ്പ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അവനത് റെഡി ആയിക്കോളും. സ്പോർട്സ് പ്ലസ്സിലാണ് കണ്ടോ, നമ്മൾ വിട്ടുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ അത് കംപ്ലീറ്റഡ് ആയി. ഞാൻ പറഞ്ഞാൽ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ലൈക്ക് ഭയങ്കര ഒരു നമ്മളൊരു മൂവിക്കകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ലൈക്ക് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഇൻ കൺവേർട്ടബിൾ കേട്ടോ. കൺവേർട്ടബിൾ ആദ്യമായിട്ടാണ്. വണ്ടി പോയി, ബാക്കിൽ വണ്ടിയൊന്നുമില്ല. നമ്മൾ വണ്ടി ലൈക്ക് എന്താ പറയണ്ടല്ലോ, ഇത് ലോ സ്പീഡിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് പാർക്കിലിട്ടാക്കാം. നമ്മൾ ലോ ഗിയറിലേക്ക് വരുന്ന സമയത്ത് റൂഫും കൂടെ താത്തി കഴിഞ്ഞപ്പോഴത്തെ ആ പോപ്സ് ആൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് സോ ഗുഡ്. ആ തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അതാണ് ലെഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ക്ലോസ് റോഡാണ്. അതുകൊണ്ട് ഇവിടെ മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് കംപ്ലീറ്റ്ലി. അതുകൊണ്ടാണ് റോഡ്സിലൊക്കെ ഇത്രയും തിരക്ക്. അപ്പോൾ ജസ്റ്റ് ഓക്കെ, ഇനി ഇതിൻ്റെ ഫീല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്പോർട്സ് പ്ലസിൽ തന്നെയാണ്. ഫീല് പറയുന്നതിന് മുന്നൂറ് നല്ലൊരു സ്ട്രെച്ച് കണ്ടപ്പോൾ മറ്റേ കൺവേർട്ടബിൾ എക്സ്പീരിയൻസ് അടിപൊളി കേട്ടോ. ആ, ഞാനീ പറയുന്ന മൈക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. മറ്റേ എയർ അടിച്ച് അങ്ങ് പോകുമ്പോൾ അല്ലേ? ചൂടും ഉണ്ടാവില്ല. ഇത് ലോങ് എവിടം വരെ പോയിട്ടുള്ളത്? മറ്റേ തൃശ്ശൂർ തൊട്ട് പാലക്കാട് വരെ പോകും. പാലക്കാട് കോയമ്പത്തൂർ ഒന്ന് പോകുമ്പോഴാണ് അത് പോയില്ലെങ്കിൽ ഉണ്ടല്ലോ. ലൈക്ക് നമ്മൾ മറ്റേ 3 സീരീസിലാണെങ്കിൽ പോലും ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പാലാത്തോടുകൂടെ റൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര നല്ല റോഡ്സാണ്. അപ്പോൾ അതിലേ പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞിടയ്ക്ക് കോയമ്പത്തൂർ ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഹൈവേസിൽ സോ ഗുഡ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ റോഡിൻ്റെ അറ്റത്ത് വന്നപ്പോൾ ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട്. സൈഡ് തിരിച്ചെടുത്താൽ മതി എന്നാണ് ബ്രോ പറയുന്നത്. നമുക്ക് ഇതിന് പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കട്ടിങ് അല്ല, ആ സൈഡിലുള്ള വലിയൊരു കട്ടിങ്. അത് നമുക്ക് തിരിച്ചെടുക്കാം. ഇത് വണ്ടി പോവില്ല എന്നുള്ളതിനുള്ളൊരു പ്യുവർ പിള്ളേർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക്
പക്ഷേ സസ്പെൻഷൻ താണ്ട് വലിയ ഇഷ്യൂവോ പ്രശ്നമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ താണ്ട നമ്മൾ സ്പോർട്സ് പ്ലസിലാണ് റിയർ സ്പിൻ ചെയ്യുന്നുണ്ടോ. ആൻഡ് ഓൾസോ വൺ മോർ തിങ് കാണിച്ചാൽ ഇതിപ്പോൾ ഞാൻ അപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡൗൺ ചെയ്യുമ്പോൾ കണ്ടോണേ, ഒന്നുകൂടെ ഡൗൺ ചെയ്ത് നോക്കാം. കുറയും. തേർഡിലിട്ടു. നമുക്കൊന്ന് അത് ഭയങ്കര രസമാണ് കേട്ടോ. പോപ്സ് ആൻഡ് ബാങ്ക്സ്. എക്സോസ്റ്റ് മാറുന്നതിന് മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നോ? ഇത്രയും സൗണ്ട് ഉണ്ടായില്ല. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് M4-ൻ്റെ ഒരു നമുക്ക് ആക്സിലറേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം. നമ്മൾ തണ്ട വണ്ടി നേരെ എടുത്ത് നമ്മുടെ എക്കോ മോഡിലേക്ക് വിട്ടിട്ടുണ്ട്. എക്കോ മോഡിലും ചെറിയൊരു ഗ്രൗളിംഗ് ഉണ്ട് കേട്ടോ, പക്ഷേ അത്ര അഗ്രസീവ് അല്ല, ഗ്രൗളിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ കണ്ട റൂഫൊക്കെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിർത്തി സംസാരിക്കുന്നതിനേക്കാളും നല്ല നമുക്ക് അങ്ങനെ ഒന്ന് സംസാരിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞാൽ മൂവി ഷൂട്ടിംഗ് ആണ്. ഓക്കെ, എ സിയും കൂടെ ഓണാക്കിയേക്കാം ബ്രോ. എ സി ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമായിരിക്കും, BMW-ൻ്റെ C4-ന് എന്നാ മൈലേജ് കിട്ടും? ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഉത്തരം കേട്ടല്ലോ. പിന്നെ നമ്മുടെ അക്ബർ ബ്രോയ്ക്ക് മറ്റേ റോഹൻ പറഞ്ഞാൽ 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സിൽ കുഴപ്പമില്ല, 21 വയസ്സായിട്ടുള്ളൂ. 21 വയസ്സിൽ നമ്മുടെ C4 ഉണ്ട്. അതുപോലെ തന്നെ ഒരു X7 ഉള്ളതെന്ന് തോന്നല്ലേ ഇപ്പോൾ? X7 അത് രണ്ടുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്. ലാൻഡ് ക്രൂസറുണ്ട്. ആഹാ, എല്ലാം ഉണ്ട്. ഇതിലേതാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഏത് പറയും? സോ യു ഗോട്ട് ദ ആൻസർ. ഫാദറിൻ്റെ ഫേവറേറ്റ് ഏതാ? വെലാറായിരിക്കും ഇഷ്ടം. ലാൻഡ് ക്രൂസർ തന്നെയാണ്. പഴയ ഒരു ഏത് മോഡലാണ് ലാൻഡ് ക്രൂസർ? 2018 മോഡലാണ്. അപ്പം അതാണ് പറയാനുള്ളത്. ബ്രോയുടെ ഫേവറേറ്റ് ഇതാണ്, പക്ഷെ അപ്പൻ്റെ ഫേവറേറ്റ് ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ ഈ പ്രായത്തിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി വെഹിക്കിൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ടൊന്ന് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഈ സ്റ്റീറിംഗ് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് മോഡിഫൈഡ്, അതുകൊണ്ട് ഗ്രിപ്പ് ഈ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ പാഡിൽസിൽ എക്സ്റ്റൻഡർ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സൗണ്ട് കേട്ടോണേ, ആ ഒരു ലൈക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമൽ കേസ് പോലെ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. എക്സോസ്റ്റ് നോട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഇനിഷ്യലി ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ M കിറ്റ് ഓൾറെഡി വരുന്നതല്ല, ഇത് ബ്രോ എക്സ്ട്രാ ചെയ്തതല്ലേ? രണ്ടെണ്ണം M കിറ്റ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യും, നമുക്ക് എക്സോസ്റ്റ് നോട്ട് പിള്ളേർക്കൊന്ന് കേൾപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒരു ആക്സലേഷൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ബ്രോഡേ ക്യാമറ കൊടുത്തിട്ട് ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്രൈവിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സോസ്റ്റ് നോട്ടോടെ ഒന്ന് കേൾക്കാം. അതിന് മുമ്പ് ബ്രോയുടെ ഒരു കാര്യം ചോദിച്ചു നോക്കാം, പുള്ളിക്ക് അടുത്ത ഡ്രീം കാർ ഏതാണ്, അല്ലെങ്കിൽ അടുത്ത അപ്ഗ്രേഡ് ഏതാണെന്നുള്ളത് നമുക്ക് ബ്രോയോട് ചോദിച്ചു നോക്കാം. ഏതാ ബ്രോ? സാറ്റിസ്ഫൈഡ് ആണ്. നിസാൻ GTR എടുക്കാനുള്ള എല്ലാവിധ ആശംസകളും നമുക്ക് കൊടുക്കാം. എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത റിവ്യൂവിനും കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ അഖിലിനോട് വന്നിട്ട് എക്സോസ്റ്റ് നോട്ടിൻ്റെ ഒരു ഇത് കാണിക്കാൻ പറയാം. ആൻഡ് ഓൾസോ വി വിൽ ഡു ഒരു പോയിന്റ് ഓഫ് വ്യൂ വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാം. സ്പോർട്ട് പ്ലസിൽ എക്സോസ്റ്റ് നോട്ട് ഇടാൻ നമുക്ക് ഒന്നും കൂടെ താണ്ട പാർക്കിലേക്ക് ഇട്ടു, മോഡ് താണ്ട നേരെ എടുത്ത് സ്പോർട്ട് പ്ലസിലേക്ക് ഇട്ടു. നമുക്ക് കൺവെർട്ടബിൾ താത്തണോ എന്തായുണ്ട്? വെയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് ഞാൻ അകത്തുനിന്നുള്ള ആക്സലേഷൻ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി പുറത്തുനിന്നുള്ള അഖിലേ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. റൂഫ് ഒക്കെ നമ്മൾ അപ്പാക്കിയിട്ടുണ്ട്. നല്ല ചൂടത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഓർത്തോണം. അപ്പോൾ എന്താണ്ട് അക്ബർ ബ്രോഡയിൽ ഞാൻ എന്താണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഇത് C4-ൽ പോകുമ്പോൾ ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് വളഞ്ഞ് കയറിയിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പോയിന്റ് ഓഫ് വ്യൂ കാണിച്ചു തരാം, വേറൊന്നും കാണിക്കുന്നില്ല. ഞാൻ മിണ്ടുന്നുമില്ല, നിങ്ങൾ പറ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്.
ഇതാണ്ട് ഗ്ലാസസും മിറേഴ്സും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ഇറക്കിയതാ ഗ്രൗണ്ട് ക്ലിയറൻസും, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. സൈഡ് ചേർത്ത് ഇങ്ങനെ പതുക്കെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഇറക്കുക. ഈ സ്റ്റിയറിംഗ് വീലിൽ കുറച്ച് കട്ടി കൂടുതലായിട്ട് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ, അതോ ഇതാണോ കറക്റ്റ് ഗ്രിപ്പ് തോന്നുന്നത്? കറക്റ്റ് ഗ്രിപ്പ് ആകും. കറക്റ്റ് ഗ്രിപ്പാണ്. മുകളിലൊക്കെ ഇച്ചിരി കട്ടി കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? ചെളിയാവും തോന്നുന്നു ടയറിൽ. പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അല്ലേ? അത്യാവശ്യം ഉണ്ട്. ബ്രേക്ക് ടെസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, മൊത്തത്തിൽ പിടിക്കുന്നില്ല, പക്ഷെ എന്നാൽ പോലും എന്താ വളരെ മൈൽഡായിട്ട്. എന്തടിപൊളി ബ്രേക്ക് നോക്കി. 3 സീരീസ് ഒന്നും ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ, വല്ല മാട്ടയിലും പോയി കയറും. ഇത് നമ്മൾ അറിഞ്ഞു പോലും ഇല്ല. സോ ഗുഡ്.